നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വോട്ടുകാര്യത്തിലേക്ക് സ്വാഗതം. പത്രികാ സമർപ്പണം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പ്രചരണച്ചൂട് ഉയരുകയാണ്. LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ആരംഭിച്ചു. 60 പ്രചരണ യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. കോൺഗ്രസും പ്രചരണ രംഗത്ത് മുന്നേറുകയാണ്. രാഹുൽ ഗാന്ധി ഏപ്രിൽ 3 വയനാട്ടിലെത്തും. കൽപ്പറ്റയിൽ റോഡ് ഷോയും നടക്കും. അതേസമയം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി കേരളത്തിൽ എത്തുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ സമഗ്രമായ വിലയിരുത്തലുമായി അഭിജിത്ത് ജയനാണ് ഇന്ന് ചേരുന്നത്. അഭിജിത്ത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്രികാ സമർപ്പണം പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രമുഖരായ പലരും പത്രിക നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരനും കോഴിക്കോട്ടെ സിറ്റിംഗ് MP MK രാഘവനും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക് അടക്കമുള്ളവർ ഇന്ന് പത്രിക നൽകി. മറ്റേതൊക്കെ പ്രമുഖർ ഇന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള വാർത്തകൾ? രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രി 60 പൊതുയോഗങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ സംസാരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് 3 പരിപാടികളാണ് ഇപ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു മണ്ഡലത്തിൽ 3 പരിപാടികൾ വീതമാകുമ്പോൾ ഇന്നിപ്പോൾ നെയ്യാറ്റിൻകരയിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ കൂടി ഏതായാലും 2 മണ്ഡലങ്ങളിൽ കൂടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കാര്യം പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം പ്രചരണത്തിനായി രംഗത്തിറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള മണ്ഡലങ്ങളിൽ കൂടി ഏതായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അത് തിരുവനന്തപുരത്ത് തുടങ്ങി കാസർഗോഡ് വരെയാണ് അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത്. അടുത്ത മാസം ഏതാണ്ട് പകുതിയിൽ കഴിയുന്നത് വരെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണം അത് തുടങ്ങാനുള്ള ഒരു സാധ്യത, അത് പുരോഗമിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പ്രധാനമായും തന്നെ ഈ ലോക്സഭാ സ്ഥാനാർത്ഥികൾ, അത് വിവിധ മുന്നണികളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ അദ്ദേഹം റോഡ് ഷോയായി കളക്ട്രേറ്റ് വളപ്പിന് സമീപമെത്തിയാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ചാലക്കുടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല മറ്റു ചില സ്ഥാനാർത്ഥികൾ കൂടി, പ്രത്യേകിച്ച് MK രാഘവൻ ഉൾപ്പെടുന്ന മറ്റു ചില സ്ഥാനാർത്ഥികൾ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മലപ്പുറത്തെ ഇടതു സ്ഥാനാർത്ഥി V വസീഫും തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇടതു സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാഹളങ്ങളിലുമാണ് ഇടതു വലത് BJP മുന്നണികളുള്ളത്. മണ്ഡല പര്യടനത്തിന് മുഖ്യമന്ത്രി കൂടി ക്യാപ്റ്റനായി രംഗത്തിറങ്ങിയതോടുകൂടി തന്നെ ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് പ്രധാനമായും തന്നെ LDFൻ്റെ പ്രധാനപ്പെട്ട പ്രചരണ തന്ത്രം എന്നതാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. മാസപ്പടി വിവാദം മുതൽ ഏതാണ്ട് മസാല ബോണ്ട് വിവാദം വരെ നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അപ്പോഴും അതൊന്നും തന്നെ ആയിരിക്കില്ല വോട്ടായി പ്രതിഫലിക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊപ്പം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന നയസമീപനം അതൊക്കെ തന്നെയും ജനം തിരിച്ചറിയുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രധാനമായും തന്നെ ഈ വരും ദിവസങ്ങളിലും ഒപ്പം തന്നെ ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വീക്ഷിക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി UDFൻ്റെ പ്രചരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് അഭിജിത്ത് ഇവിടെ സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം അത് ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ CAA വിരുദ്ധ സമരവുമായി അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനായിരുന്നു CPM നടത്തിയിരുന്നത്. ഈ 2ാം ഘട്ടം എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ അഭിജിത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രവിരുദ്ധമായ അല്ലെങ്കിൽ BJPക്കെതിരായ ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അങ്ങനെ ഒരു തന്ത്രമാണ് ഈ ഘട്ടത്തിൽ പയറ്റുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് തന്നെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞത് BJP ഭരണത്തിൽ ജനങ്ങൾ ഭയത്തിലാണെന്നും അത് ലോകത്തിനു മുന്നിൽ ഇന്ത്യക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. കേരളം നിരവധി പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ കോൺഗ്രസ് MPമാർ ശബ്ദിച്ചില്ലെന്നും സംസ്ഥാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് BJPക്ക് തപ്പുകൊട്ടി കൊടുത്തവരാണ് കോൺഗ്രസ്സുകാരെന്നുമുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്.
പാർട്ടിക്കെതിരെ വരുന്ന അല്ലെങ്കിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് BJPയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുക എന്നൊരു തന്ത്രമാണോ അദ്ദേഹം ചെയ്യുന്നത്? അഭിജിത്തിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. നമ്മളെ പ്രത്യേക കണ്ണോടെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമാണ് നടന്നത്. ഇതൊരു ഭാഗം. ഏത് സർക്കാരിനും കടമെടുക്കേണ്ടതായി വരും. ആ കടം ഇന്ത്യ ഗവൺമെന്റ് വലിയ തോതിലാണ് എടുക്കുന്നത്. ആ തോതിലൊന്നും നമുക്ക് കടമെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ കടമെടുക്കാൻ സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശമില്ല. നമ്മുടെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് പോലും ബോധ്യമായി. ഒരു ഘട്ടത്തിൽ അവരിടപെട്ടു. അതിൻ്റെ ഗുണവും നമുക്ക് ലഭിച്ചു. തുറന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിശോധനയിലാണ്. ഏതായാലും നാം ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നതാണ് സുപ്രീം കോടതിയുടെ നടപടികൾ ഇതേവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ കുറ്റവാളി BJP ഗവൺമെന്റ് തന്നെ, BJP തന്നെ. എന്നാൽ BJPക്ക് തപ്പ് കൊട്ടിക്കൊടുത്തവരില്ലേ? ഇവിടെ BJPയെ സഹായിച്ചവരില്ലേ? ഇങ്ങനെ കേരളത്തിൽ BJPയെ നേരിടാൻ തങ്ങളാണ് ശക്തർ എന്നൊരു സന്ദേശമാണോ ഇതിലൂടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ CPM-ഉം നൽകാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും രജീഷ്, അങ്ങനെ തന്നെയാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. ആ പ്രസംഗമാണ് നമ്മളിപ്പോൾ ബൈറ്റിൽ കൃത്യമായി കേൾക്കുകയും ചെയ്തത്. കൃത്യമായി സംസ്ഥാന സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങളെ, വിമർശനങ്ങളെ, വിവാദങ്ങളെ ഒക്കെ തന്നെയും സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടം കൊണ്ട് അതിനെയൊക്കെ തന്നെയും പ്രതിരോധിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ നമുക്ക് വീക്ഷിക്കാനും ഏതായാലും കഴിയുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് രജീഷ്. ഈ ഒരു ഘട്ടത്തിൽ നോക്കൂ, ഈ ഒരു ED അന്വേഷണം ഒക്കെ തന്നെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പാർട്ടിക്ക് നേരെ ഉയർന്നു വരുമ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായും ഇതിനെയൊക്കെ തന്നെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ പാർട്ടിക്ക് തന്നെ കൃത്യമായിട്ടുണ്ട്. അത് തുടർന്നും അങ്ങനെ തന്നെ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുകയും ചെയ്തത്. ED അന്വേഷണത്തെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി CPM ഏതായാലും ഇതിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കൃത്യമായ റിപ്പോർട്ട് EDക്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ആരോപണം വരികയും ഒക്കെ തന്നെ ചെയ്തത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് നമുക്കറിയാം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവാദങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെയും വന്നപ്പോഴും അതിനെയൊക്കെ തന്നെയും കൃത്യമായി പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ മുൻപും ഇത്തരത്തിൽ CPM ആവിഷ്കരിച്ചിരുന്നു, മുഖ്യമന്ത്രി ആവിഷ്കരിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രമുഖ CPM നേതാക്കളൊക്കെ തന്നെയും മന്ത്രിമാരും ഒക്കെ തന്നെയും ഇതിന് പിന്നാലെ ചുവട് പിടിച്ച് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷവും ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ ഏതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങളായി തന്നെ കണ്ടത് ഈ CPM-നെയും BJPയെയും കോൺഗ്രസിനെയും ഏതായാലും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ചില നയസമീപനങ്ങളെക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ നിലപാടിനെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ തന്നെ ഒന്നാം പ്രതി BJP സർക്കാരാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും രണ്ടാം പ്രതിയായി അല്ലെങ്കിൽ രണ്ടാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസല്ലേ BJPക്ക് തപ്പുകൊട്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസ രൂപേണയുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം പലപ്പോഴും കേരളത്തോട് കേന്ദ്രം കാണിച്ചിട്ടുള്ള ഈ ഒരു സാമ്പത്തിക നയവ്യതിയാനങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നതിനെതിരെ പലകുറി സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ മറുപടിയുമായി ഒക്കെ തന്നെയും രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യകാരണങ്ങൾ കണക്കുകൾ സഹിതം വിശദീകരിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് തുടരുകയാണ്, സംസ്ഥാനത്തോട് തുടരുകയാണെന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതി അതൊരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടി പ്രധാനമായും തന്നെ ഉണ്ട് രഞ്ജീഷ്. തീർച്ചയായും അഭിജിത്ത്, അങ്ങനെ ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം, BJP-ക്കെതിരെയുള്ള വിമർശനം, ഒപ്പം തന്നെ കോൺഗ്രസിനെതിരെയായുമുള്ള വിമർശനം, കോൺഗ്രസ്സുകാർ BJP-യുടെ നയങ്ങൾക്ക് തപ്പുകൂട്ടി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അത്തരം വിമർശനങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കാരണം 60ഓളം യോഗങ്ങളിൽ ഈ മണ്ഡല പര്യടനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മണ്ഡല പര്യടനമാണ്. ഓരോ മണ്ഡലത്തിലും അദ്ദേഹം വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അഭിജിത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസും BJP-യും തന്നെ അത് കൂടുതൽ ഈ പ്രചരണ രംഗത്ത് ഉയർത്തും അത്തരം വിഷയങ്ങൾ. കാരണം BJP-യുമായുള്ള ഒത്തുകളി എന്ന രീതിയിൽ തന്നെ കോൺഗ്രസ് അതിനെ ഉയർത്താനാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അത്തരം വിഷയങ്ങൾ കൂടുതലായി ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെയും BJP-യെയും മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ മറുപടി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെങ്കിലും പറയേണ്ടി വരില്ലേ? കാരണം അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയൊക്കെ തന്നെയാണ് ഈ വിമർശനം ഉയർന്നു വരുന്നത്. അതിൽ വസ്തുനിഷ്ഠമായ ഒരു മറുപടി ഇതുവരെ മുഖ്യമന്ത്രിയോ ആരോപണ വിധേയരോ പറഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായും രജീഷ്, അത് തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, മുൻപ് നിയമസഭാ സമ്മേളനത്തിൽ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി 2 കൈയും ഉയർത്തിക്കൊണ്ട് ഈ മാസപ്പടി കേസ് നിയമസഭയിൽ അന്ന് വന്ന ഘട്ടത്തിൽ മാത്യു കുഴൽനാടന് മറുപടിയായി ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. വല്ലാതെ തന്നെ കുടുംബത്തെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണോ പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ കണ്ടിരുന്നതുമാണ്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ അസ്ഥിരപ്പെടുത്താൻ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളെ ഒക്കെ തന്നെയും മറച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമായി BJP സർക്കാർ നടത്തുന്ന ശ്രമമായിട്ടൊക്കെയാണ് ഇതിനെ പ്രധാനമായും തന്നെ CPM കാണുക. അത് വരും ദിവസങ്ങളിലും CPM കേന്ദ്രങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത്, അല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ആയിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കൾ ഈ വേദികളിലൊക്കെ തന്നെയും, പൊതുയോഗങ്ങൾ നടക്കുന്ന വേദികളിലൊക്കെ തന്നെയും വിശദീകരിക്കുകയും ചെയ്യുക. മാസപ്പടിയും മസാല ബോണ്ടും എന്ന് വേണ്ട പ്രധാനപ്പെട്ട വിവാദങ്ങളുടെ പെരുമഴയിൽ ആണ്ടു നിൽക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ എന്നുള്ളത് നമുക്കറിയാം. ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പല തവണയായി ഇത്തരത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിന് സമൻസ് പലകുറി അയച്ചിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഏപ്രിൽ 3-ന് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും, അല്ലെങ്കിൽ അദ്ദേഹം ED ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാസപ്പടിയിൽ തന്നെ സംസ്ഥാന സർക്കാർ കുടുങ്ങി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി, അതായത് ഹെക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ അമിതമായ തുക വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള വിമർശനങ്ങൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെയൊക്കെ തന്നെയും ചെറുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനിപ്പോൾ എങ്ങനെയായിരിക്കും ആ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും കൃത്യമായി വിശദീകരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും നമ്മൾ ഏതായാലും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. 60 പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി ഏതായാലും വിവാദ വിഷയങ്ങൾ പരാമർശിക്കുമോ, അത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രമായിരിക്കുമോ പ്രതിപാദിക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ പ്രചരണം എടുത്ത് പരിശോധിച്ചാൽ, കോൺഗ്രസ് എല്ലാ മണ്ഡലങ്ങളിലും, അല്ലെങ്കിൽ UDF അവരുടെ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്രചരണം നടത്തുന്നു എന്ന് തന്നെയാണ് മണ്ഡലങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രതിസന്ധിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, കെ മുരളീധരനെ പോലുള്ള സ്ഥാനാർത്ഥികളും എടുത്തു പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കോൺഗ്രസിനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നു, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, കൂടുതൽ നോട്ടീസുകൾ പണമടയ്ക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നു. ഇങ്ങനെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള ഒരു അപര്യാപ്തത, അത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയായി അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടുത്ത ദിവസം ഏപ്രിൽ 3-ാം തീയതി സംസ്ഥാനത്തെത്തുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും വയനാട്ടിലെ പ്രചരണത്തിനപ്പുറത്തേക്ക്
മറ്റു മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി എത്തുമോ എന്നറിയേണ്ടതുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ ആരൊക്കെ വരും ദിവസങ്ങളിൽ എത്തുമെന്നതും എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രചരണം, UDFിൻ്റെ പ്രചരണം പുരോഗമിക്കുന്നത്? ഏതായാലും കോൺഗ്രസിൻ്റെ പ്രചരണവും ടോപ്പ് ഗിയറിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഏതായാലും ദേശീയ മത്സരം തന്നെ വയനാട്ടിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായ ആനി രാജയും ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമാണ് BJP പ്രതികരിച്ച് മത്സരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് കോൺഗ്രസിന് നേരെ വന്നതാണ് അവരെ ഇപ്പോൾ ഏതായാലും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെയും മുൻപ് തന്നെ കോൺഗ്രസിൽ ഉള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയൊക്കെ തന്നെയും ആദായ നികുതി വകുപ്പിന് അടയ്ക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പോലും പ്രവർത്തകർ പോലും പക്ഷേ അവർ പോലും മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവുക. മാത്രമല്ല ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ദേശീയ നേതാവായതുകൊണ്ട് തന്നെ മറ്റുള്ള മണ്ഡലങ്ങളിൽ പോലും ഈ പര്യടനത്തിനും മറ്റ് റോഡ് ഷോയ്ക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കുമൊക്കെ ആയി പോകേണ്ടി വരും. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസിൻ്റെ ഇനി മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. മറ്റുള്ള A ക്ലാസ് മണ്ഡലങ്ങൾ അവർ വിചാരിക്കുന്ന വിജയപ്രതീക്ഷയുള്ള പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ തന്നെയും പ്രമുഖ നേതാക്കൾ ഏതായാലും വന്നില്ലെങ്കിലും തങ്ങൾക്ക് വിജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളും പ്രധാനമായ ചില മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് പ്രധാനമായും തന്നെ പറയാനും കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിലും ആ തെരഞ്ഞെടുപ്പ് പര്യടനങ്ങൾ അങ്ങനെ തന്നെ തുടരാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഈ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസാണ് കോൺഗ്രസിനെ ഏതായാലും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതൊക്കെ തന്നെയും തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് K മുരളീധരൻ ബൈറ്റ് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി തന്നെ വന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെയും അത് കോൺഗ്രസിലുണ്ട്, അതാരും തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കേന്ദ്രം കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കുന്നത് അത് ശരിയായ നടപടിയല്ല, തങ്ങൾ നിയമപരമായി കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പരിഹാസ രൂപേണയല്ല അദ്ദേഹം മറ്റൊരു കാര്യമായി തന്നെ പറഞ്ഞത്, നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്ത ഒരു ഘട്ടം നിലവിലുണ്ട്, അപ്പോഴാണോ ഇത്തരത്തിലുള്ള നടപടിയുമായി ആദായ നികുതി വകുപ്പ് ഒക്കെ തന്നെയും മുന്നോട്ട് പോകുന്നത്, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്ന ഒരു വെള്ളം കുടിക്കാൻ പോലും കാശില്ല എന്ന് K മുരളീധരനും പ്രതിപക്ഷ നേതാവും പറയുമ്പോഴും KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നത് നാരങ്ങ വെള്ളമൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്, അത്ര വലിയ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ്. അവിടെയും കോൺഗ്രസിലെ ഒരു ഐക്യമില്ലായ്മ ആ രംഗത്തും ഉണ്ട് എന്ന് തോന്നുന്നു. ഇനി നമുക്ക് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സംസ്ഥാനത്ത് പ്രചരണത്തിനായി എത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. തീർച്ചയായും പ്രധാനമന്ത്രി കഴിഞ്ഞ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ എത്തിയിട്ടുണ്ടെന്നതാണ് നമുക്ക് സുപ്രധാനമായ വിവരമായി തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അദ്ദേഹം എത്തിയ മണ്ഡലങ്ങളൊക്കെ തന്നെയും BJPയുടെ കൈപ്പിടിയിലാകും കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടി അവർ ഉദ്ദേശിച്ച് വച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം ഏതെങ്കിലും മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി പൊടുന്നതിനെ ഒരു സന്ദർശനം നടത്തുമോ, അല്ലെങ്കിൽ റോഡ് ഷോ നടത്തുമോ, അല്ലെങ്കിൽ അവിടെ എത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമോ എന്നതിൽ ഉൾപ്പെടെ ഇനിയിപ്പോൾ ഏതായാലും വ്യക്തത വരേണ്ടിയും ഇരിക്കുന്നു. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത് പൂർണ്ണമായും BJPയെ തുണയ്ക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ അവർക്ക് ഏതായാലും ഉണ്ട്. ഇക്കുറി BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും തന്നെ പറയുന്നത്. പക്ഷേ BJPയെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ LDF പ്രധാനമായും തന്നെ രംഗത്തുണ്ട്. LDFിൽ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം വന്നത് ഇനിയിപ്പോൾ അവർ ഏതായാലും BJP ഏതായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കാണുന്നില്ല, അത് എന്ത് വില കൊടുത്തും LDF തടയുമെന്നുള്ളൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. സംപൂജിതരായി BJPക്ക് കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ബിനോയ് വിശ്വം ഏതായാലും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ 2 അക്ക സീറ്റാണ് BJP പ്രധാനമായും തന്നെ കേരളത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ്റെ പദയാത്ര അതിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് 2 അക്ക സീറ്റ് കേരളത്തിൽ നിന്ന് BJPക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിപ്പോൾ 2 അക്ക സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ
അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ജയിക്കാൻ കഴിയുമോ എന്നുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പുകളിൽ മാത്രമേ ആ ഒരു സൂചനയായി തന്നെ പോലും നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചിത്രം ഈ ഘട്ടത്തിൽ വിലയിരുത്തുമ്പോൾ എവിടെ ആര് ജയിക്കും, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അന്തിമ ഫലം എന്ന് വിലയിരുത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. ആ തരത്തിൽ വീറും വാശിയുമുള്ള പ്രചരണം തന്നെയാണ് മത്സരരംഗത്ത് കാണാൻ കഴിയുന്നത്. മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് പല മണ്ഡലങ്ങളിൽ എന്നെങ്കിലും പറയേണ്ടി വരുന്നു. ചില മണ്ഡലങ്ങളിൽ BJP സാന്നിധ്യം മാത്രമാണെങ്കിലും അവർക്ക് ശക്തി കേന്ദ്രമായ പല മണ്ഡലങ്ങളിലും മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചരണ രംഗത്ത് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രചരണ ചൂട് എത്രമാത്രം ഉയരുമെന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം തന്നെയാണ്. വോട്ടുകാര്യത്തിൽ ഇനി സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം സമഗ്രമായി വിലയിരുത്തുകയാണ് മണ്ഡല പര്യടനം. തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ട് ചിത്രമാണ് ഇന്ന് രജീഷ് നരിക്കുനി വിലയിരുത്തുന്നത്. ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് തൃശ്ശൂർ. ഇടതുമുന്നണിക്കായി VS സുനിൽകുമാറും NDAയ്ക്കായി സുരേഷ് ഗോപിയും കോൺഗ്രസിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി K മുരളീധരനും എത്തിയതോടെയാണ് മത്സരം കടുത്തത്. മണിപ്പൂർ വിഷയവും മണ്ഡലത്തിലെ വികസനവുമെല്ലാം ഇവിടെ പ്രധാന ചർച്ചയാണ്. ക്രിസ്ത്യൻ വോട്ടുകളും ഇത്തവണ നിർണായകമാകും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. രജീഷ്, ഇവിടെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്ന് അതാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി K മുരളീധരൻ എത്തുന്നു. ഒപ്പം അവിടെ ശക്തനായ ഇടത് സ്ഥാനാർത്ഥി CPIയുടെ VS സുനിൽകുമാറും. എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു മത്സരം പുരോഗമിക്കുന്നത്? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണെന്ന് നമുക്കറിയാം. കാരണം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൊണ്ട് തന്നെ അത് ആ മണ്ഡലം ഭയങ്കര സമ്പന്നമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മുരളീധരൻ വരുന്നു. നേരത്തെ തന്നെ അവിടെ മത്സരിച്ച സുരേഷ് ഗോപി ഇത്തവണ വീണ്ടും മത്സരിക്കാനെത്തുന്നു. CPIയുടെ വജ്രായുധം എന്ന് കരുതുന്ന VS സുനിൽകുമാറിനെ തന്നെ അവർ മണ്ഡലം പിടിച്ചെടുക്കാനായി കളത്തിലിറക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഒരു മികച്ച ഒരു മണ്ഡലത്തിലെ ഒരു മത്സരം, അല്ലെങ്കിൽ ഏറ്റവും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ. അതിനപ്പുറത്തേക്ക് മോഡിയുടെ വരവുകൊണ്ട് നിരവധി തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മോഡി അവിടേക്ക് എത്തുകയും അങ്ങനെ ആ ഒരു ശ്രദ്ധ നേരത്തെ തന്നെ ലഭിച്ച ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ഒരുപക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി അവസാന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ BJPയുടെ ഒരു വോട്ടൊഴുക്ക് വർദ്ധിപ്പിക്കാനായി വീണ്ടും ഒരുപക്ഷേ മോഡി എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തൃശ്ശൂർ ലോക്സഭയിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഇത്തവണ അവിടെ മത്സരിക്കുന്ന VS സുനിൽകുമാറിന് ഉണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂരുകാരനാണെന്ന ഒരു അധികമായ ഒരു പക്ഷേ ഒരു വോട്ടിന് ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഇത്തവണ VS സുനിൽകുമാറിന് അനുകൂലമായ ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കുന്നു. അവിടെ മത്സരിക്കുന്നത് നേരത്തെ MP മാരായിരുന്ന 2 പേരാണ്. ഒന്ന് K മുരളീധരനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും. രാജ്യസഭാ MP ആയി സുരേഷ് ഗോപി കുറേ കാലം അവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഭാഗമായി അവിടെയും കുറേ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമൊക്കെ അദ്ദേഹം നടത്തിയതാണ്. പക്ഷേ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും ആ മണ്ഡലത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ TN പ്രതാപനായിരുന്നു കോൺഗ്രസിൻ്റെ അവിടെ വിജയിച്ചു വന്നത്, സിറ്റിംഗ് MP അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മാറ്റി സർപ്രൈസ് ആയിട്ടായിരുന്നു K മുരളീധരൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ തുടർന്ന് അല്ലെങ്കിൽ ഒരു മാറ്റത്തെ തുടർന്നായിരുന്നു K മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കേണ്ടി വന്നത്. പക്ഷേ TN പ്രതാപനും അവിടെ കാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന വിമർശനവും അവിടെ BJPയും അതോടൊപ്പം തന്നെ CPM ഉയർത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച മണ്ഡലത്തിൽ നടക്കുന്നത് ഒന്ന് മണിപ്പൂർ വിഷയമൊക്കെ വലിയ രീതിയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. CA വിഷയത്തിനൊപ്പം മണിപ്പൂർ വിഷയവും അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം ക്രിസ്ത്യൻ വോട്ടിന് ഏറെ സ്വാധീനമുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ചില ക്രൈസ്തവ നേതാക്കൾ നടത്തിയ പരാമർശങ്ങളൊക്കെയുണ്ട്. പള്ളി പൊളിച്ച സംഭവവും അതോടൊപ്പം തന്നെ CAക്ക് എതിരെയുള്ള അവരുടെ പ്രസ്താവനയൊക്കെ, ഇതൊക്കെ BJPക്ക് തിരിച്ചടിയാകുകയാണെങ്കിൽ അത് CPMനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഏത് തരത്തിൽ അത് വോട്ടായി മാറും എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇത്തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന് അത്ര എളുപ്പമാകില്ല വിജയം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും ആ മണ്ഡലത്തിൽ നടത്തുന്നത്. BJPയും അതോടൊപ്പം തന്നെ CPI
ഐയും കോൺഗ്രസും മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പ്രവർത്തനമാണ്. ആദ്യഘട്ട അല്ലെങ്കിൽ ആദ്യ ലാപ്പിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയസാധ്യത എന്ന് ഒരിക്കൽ പോലും പറയാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ തവണത്തെ ഒരു മത്സരഫലം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ TN പ്രതാപനായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത്. അദ്ദേഹം 4,15,089 വോട്ട് നേടിയായിരുന്നു അന്ന് ലോക്സഭയിലെത്തിയത്. തൊട്ടുപിറകിൽ CPI സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. രാജീവ് മാത്യു തോമസ് 3,21,456 വോട്ട് അദ്ദേഹവും നേടി. മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന വോട്ട് അത് K സുരേഷ് ഗോപിയായിരുന്നു മൂന്നാം സ്ഥാനത്ത്. കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിച്ചു. വലിയ രീതിയിലുള്ളൊരു മത്സരം അദ്ദേഹത്തിന് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2,93,822 വോട്ട് ആണ് അദ്ദേഹം നേടിയത്. അതായത് കഴിഞ്ഞ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ BJP സ്ഥാനാർത്ഥികളിൽ കഴിഞ്ഞ തവണ മത്സരിക്കാൻ ഉണ്ടായിരുന്ന മുഴുവൻ BJP സ്ഥാനാർത്ഥികളെയും എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയായിരുന്നു. ആ സുരേഷ് ഗോപിയെ തന്നെ തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണയും BJP ദേശീയ നേതൃത്വം നിയോഗിക്കുകയാണെങ്കിൽ A കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ BJP പിടിച്ചെടുക്കുക. അത് മാത്രമേ BJPക്ക് ഇത്തവണ ആ തെരഞ്ഞെടുപ്പിനെ നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രജീഷ്, കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ വോട്ട് നേടി എന്നത് മാത്രമല്ല, അതിനുശേഷം കഴിഞ്ഞ 5 വർഷവും സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ സജീവമായിരുന്നു പല രംഗങ്ങളിലും. ഒപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2 തവണയാണ് മോദി തൃശ്ശൂരിൽ വന്നുപോയത്. ഒന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും 2 തവണ അദ്ദേഹം വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അവിടെ വന്നതും എല്ലാം. ആ അർത്ഥത്തിൽ BJPക്ക് അവിടെ എന്ത് നേട്ടമുണ്ടാക്കാനാവും? മോദി ഇനിയും വരുമോ എന്ന ആകാംക്ഷയുമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചയാവുന്ന പല വിഷയങ്ങളുമുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാവുന്നൊരു മണ്ഡലമാണ് അവിടെ. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണ രംഗത്ത് ചർച്ചയാകുന്നുണ്ട്. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? തൃശ്ശൂർ മണ്ഡലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മോദിയുടെ വരവ് അത് നമുക്കറിയാം, ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് നേരിട്ട് പ്രചരണത്തിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഫലം മറ്റൊന്നായിരിക്കും. ഏതൊരു നേതാക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ശക്തി അല്ലെങ്കിൽ കുറച്ചുകൂടി വോട്ടുകൾ അടുപ്പിക്കാൻ BJPയിലേക്ക് അടുപ്പിക്കാനും NDAയിലേക്ക് അടുപ്പിക്കാനും ആ നേതാവിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും അവിടെ എത്തിച്ചുകൊണ്ട് ഒരു ഓളം സൃഷ്ടിക്കാൻ വീണ്ടും BJPക്കാർ ശ്രമിക്കും. ആ ഓളം മുഴുവൻ വോട്ടായി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്താകുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തതാണ്. പക്ഷേ രാജ്യസഭ MP ആയിരുന്ന സമയത്തും അതിനുശേഷവുമൊക്കെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ ഓരോ പ്രവർത്തനവും നടത്തി വരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ആളുകൾക്ക് സുരേഷ് ഗോപിയുടെ മുഖം സുപരിചിതമായി കഴിഞ്ഞതാണ്. അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡായി സുരേഷ് ഗോപിയെ മാറുമ്പോൾ തൃശ്ശൂരുകാരനാണ് ഈ VS സുനിൽകുമാർ. അതുകൊണ്ട് തന്നെ CPIയും അല്ലെങ്കിൽ ഇടതുമുന്നണിയും അത് മുന്നോട്ട് വെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് തേടുകയാണ്. K മുരളീധരൻ അവിടേക്ക് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയെന്ന് ഈ ഇരുമുന്നണികളും പറയുന്നുണ്ടെങ്കിലും അറിയാം, K മുരളീധരൻ്റെ കരുണാകരനും ഒക്കെ ആയുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം എന്നൊക്കെ നേരത്തെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമൊക്കെ ആയിരുന്നു തൃശ്ശൂർ. അത് ഒരു അനുകൂലമായി ഒരു പക്ഷേ ഒരു പോരാളിയായി K മുരളീധരൻ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്നും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. നേരത്തെ ഈ VS സുനിൽകുമാറിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ, സുനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ജനകീയനാണ്. ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുമുന്നണി അവിടെ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള പല വിഷയങ്ങളിലും ഈ പ്രചരണ രംഗത്ത് ഇടതുമുന്നണി മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് സുനിൽകുമാറിന് ഒരു തിരിച്ചടിയാകുമോ? അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPI കരുവാക്കാൻ CPM ശ്രമിക്കുന്നെന്ന ആരോപണമൊക്കെ നേരത്തെ ഈ ഒരു പ്രശ്ന സമയത്തൊക്കെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ പിന്നീടൊക്കെ അതിൽ എല്ലാം വെള്ളം ഒഴിച്ച് തീ കെടുത്തുന്ന പോലെ എല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വീണ്ടും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് സംസാരിച്ച സമയത്ത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അവിടുത്തെ സ്ഥാനാർത്ഥി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ തനിക്കറിയാം, വേണ്ട സമയത്ത് നടപടി എടുക്കും എന്ന ഒരു നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം എക്സാലോജിക് വിഷയത്തിലടക്കം ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് നോട്ടീസ് കൊടുക്കാനുള്ള നടപടിയിലൊക്കെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത്തരമൊരു നടപടിയിലേക്കൊക്കെ പോകാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി തന്നെ മാറ്റിമറിക്കപ്പെടാവുന്ന ഒരു സംഭവമായി മാറാൻ സാധ്യതയുണ്ട്.
അതോടൊപ്പം സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയും അവിടെ നേരിടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഉള്ള പാർട്ടിയെ മൊത്തത്തിൽ വിഴുങ്ങിയിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെയും ബാധിച്ചിരിക്കുകയാണ്. ഫണ്ടില്ല, അത് ഈ ക്ലൗഡ് ഫണ്ടിലേക്ക് പോകാതെ തന്നെ തൽക്കാലം മറ്റു ഓരോ ബൂത്തിൽ നിന്നും അവരുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനകത്തും ഈ ഒരു പ്രതിസന്ധി ഒട്ടും രൂക്ഷമല്ല എന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ TN പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥിയാവുമെന്ന് ഒരു സൂചന ഒക്കെ ഉണ്ടായിരുന്നു. സിറ്റിംഗ് MP-മാർ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശത്തെ തുടർന്ന് പോസ്റ്റർ അടിയും അതോടൊപ്പം തന്നെ ചുമരെഴുത്തും ജാഥകളും ഒക്കെ TN പ്രതാപനും നടത്തി. ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ K മുരളീധരൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി CPI ഐക്യായിരുന്നാലും കോൺഗ്രസിനാണെങ്കിലും കൂടുതൽ പ്രചരണത്തിനാണെങ്കിൽ അവിടെ പണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ശക്തമായ മത്സരം എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും സംസ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് തന്നെ വേണം പറയാൻ. ഇന്നത്തെ വോട്ടുകാര്യം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.